തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു 24-കാരി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി. അത് ഞാൻ എടുത്തെന്നാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും. ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കാനാകാതെ പോലീസുകാർ തന്നെ വിട്ടയച്ചിട്ടും കുറ്റം ആരോപിച്ചതിൻ്റെ പേരിൽ അവളുടെ പ്രിയപ്പെട്ടവർ തന്നെ അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ അവളുടെ മുന്നിൽ മരണമല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. ആ വീഡിയോയിൽ തന്നെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ മോഷണം നടത്തിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്ന്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റവും തെളിവില്ലാത്ത കാര്യത്തിന് അവളെ കുറ്റപ്പെടുത്തിയ മറ്റുള്ളവരും എല്ലാവരും ഈ മരണത്തിന് ഒരുപോലെ ഉത്തരവാദികളാണ്, സംശയമില്ല. പക്ഷേ അവർ മാത്രമാണ് കുറ്റക്കാർ. ദീപകിൻ്റെ കാര്യം എടുത്താലും ജസീലയുടെ കാര്യം എടുത്താലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരാൾ മാനസികമായി തകർന്നു നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ കൊണ്ടോ സമാധാനിപ്പിക്കൽ കൊണ്ടോ മാത്രം കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ വേണ്ടത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പായിരിക്കും. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒരാൾ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ, അയാൾ ഒറ്റപ്പെടുന്നത് കാണുമ്പോൾ സാരമില്ലടാ പോട്ടെ എന്ന് പറയുന്നതിനപ്പുറം അയാളെ ഒരു കൗൺസിലിങ്ങിലേക്കോ ട്രീറ്റ്മെൻറ്റിലേക്കോ എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ടാബുവാണ്. ഭ്രാന്ത് എന്ന ലേബലിൽ പലരും ഡോക്ടറെ കാണാൻ മടിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു ബുദ്ധിമുട്ടിലാവുമ്പോൾ അവരെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് അവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അവർക്ക് ചിലപ്പോൾ വേണ്ടത് കൗൺസിലിംഗ് ആയിരിക്കും, ചിലപ്പോൾ മെഡിസിൻ ആയിരിക്കും. പക്ഷേ അവരെ അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഇനിയൊരു ദീപക്കോ ജസീലയോ ഇവിടെ ഉണ്ടാകരുത്. കുറ്റപ്പെടുത്തുന്നവരേക്കാൾ വലിയ കുറ്റവാളികൾ കൂടെ ഉണ്ടായിട്ടും അവർക്ക് കൃത്യസമയത്ത് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത നമ്മൾ ഓരോരുത്തരുമാണ്. മെൻ്റൽ ഹെൽത്ത് എന്നത് ഒരു തമാശയല്ല. അത് തിരിച്ചറിയാൻ ഇനിയൊരു മരണം വരെ കാത്തിരിക്കുക.